നമ്മളെല്ലാവരും നമ്മുടെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടാകുന്ന ഒരു ടോയാണ് പമ്പരം അല്ലെ. അപ്പോൾ ഇതൊരു സാധാരണ പമ്പരമാണ്. ഇതിനാണ് സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതല്ല. അതായത് സാധാരണ പമ്പരത്തിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു പമ്പരമാണ്. ഇതിൻ്റെ പേര് ടിപ്പി ടോപ്പ് എന്നാണ്. ഇത് സ്പിന്നിങ് ടോപ്പാണ്. ഇതിനെ ടിപ്പി ടോപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ഒരു പമ്പരമാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പമ്പരം തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ കളിക്കുന്ന ഒരു ടോയാണ്. വളരെ വളരെ പണ്ട് തൊട്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടോയാണ് ഈ സാധാരണ നമ്മൾ കാണുന്ന ഈ സ്പിന്നിങ് ടോപ്പ് എന്ന് പറയുന്ന പമ്പരം. പക്ഷെ പമ്പരം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചെറുപ്പം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോയ് ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള സയൻസിനെ പറ്റി നമ്മൾ അത്ര ഒരിക്കലും ബോധേഡ് ആവാറില്ല. ഇതിനെപ്പറ്റി വളരെ രസകരമായിട്ട് പറയാന്ന് പറയുന്നത്, പമ്പരത്തിൻ്റെ പിന്നിൽ, അതായത് പമ്പരം തിരിയുന്ന സമയത്ത് താഴെ വീഴാതെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, ആ സയൻസ് എന്ന് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ മിനിമം ഒരു ഫിസിക്സിൽ ഡോക്ടറേറ്റ് എങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ടിപ്പി ടോപ്പിലോട്ട് വരാം. കണ്ടോ, ടിപ്പി ടോപ്പ് എന്ന് പറയുന്നത് സാധാരണ പമ്പരത്തിൻ്റെ പോലെ തന്നെയുള്ള ഒരു പമ്പരമാണ്. പക്ഷെ അതിനേക്കാളും സ്ട്രക്ചറിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അടിയിലൊരു ബോൾ പോലെയാണ്. പിന്നെ ഇതിൻ്റെ താഴെ നിന്ന് ഒരു നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു റോഡ് പോലെ വന്നിട്ടുണ്ട്. വളരെ ഒരു സിംഗിൾ സ്ട്രക്ചറാണ്. അതായത് ഇതിനകത്ത് വേറെ മൂവിങ് പാർട്സ് ഒന്നുമില്ല, ഒരു ഫിക്സ്ഡ് സ്ട്രക്ചറാണ്. ഇനി ഇതെങ്ങനെയാണ് കറങ്ങുന്നത്? ഇത് കറങ്ങുമ്പോൾ സാധാരണ പമ്പരത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഈ ടിപ്പി ടോപ്പിനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ടിപ്പി ടോപ്പ് സാധാരണ പമ്പരം പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും ഇതിൻ്റെ കറക്കം വളരെ വളരെ ഡിഫറൻ്റ് ആണ് സാധാരണ പമ്പരത്തിൽ നിന്ന്. അപ്പോൾ ടിപ്പി ടോപ്പ് നമ്മൾ തലകുത്തി വെക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് തലകുത്തി നിൽക്കില്ല. കറങ്ങുമ്പോൾ മാത്രമാണ് അത് തലകുത്തി നിൽക്കുക. അല്ലാത്തപ്പോൾ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നേരെ എഴുന്നേറ്റ് തലകുത്തി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സാധാരണ പമ്പരത്തിൻ്റെ ഒരു മോഡലാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പമ്പരം കറങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ആരോ കാണാം. ഈ ആരോൻ്റെ ഡയറക്ഷനിലാണ് പമ്പരം കറങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ടിപ്പി ടോപ്പ് ആണെങ്കിൽ ഇത് കറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തലകുത്തി നിൽക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഡയറക്ഷൻ ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മളൊരു പമ്പരം ഇങ്ങനെ കറങ്ങുവാണെങ്കിൽ കണ്ടോ, ഈ ഡയറക്ഷനിൽ കറങ്ങുക എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത് തല കുത്തി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നേരത്തെ ഈ ഡയറക്ഷനിലാണ് പോയത്. ഇപ്പോൾ തല കുത്തിയപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റായി മാറുന്നത് കാണും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, കുറേ പേർക്കൊക്കെ അറിയുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പക്ഷേ എന്നാലും ഇത് ഈ ആരോൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അതായത് ഈ ആരോൻ്റെ ഡയറക്ഷനിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആരോൻ്റെ ഡയറക്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷേ ഡയറക്ഷൻ ഫ്ലിപ്പ് ആവുന്നുണ്ട് അല്ലേ. ഇനി ടിപ്പി ടോപ്പിൽ സംഭവിക്കുന്നത്, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന പമ്പരം ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നതാണ്. പക്ഷേ ടിപ്പി ടോപ്പ് തിരിയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇനി മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന ടിപ്പി ടോപ്പ് ഇങ്ങനെ ഫ്ലിപ്പായി കഴിഞ്ഞാലും അതേ ഡയറക്ഷനിൽ തന്നെയാണ് തിരിയുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം, ടിപ്പി ടോപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫ്ലിപ്പാവുന്ന സമയത്ത് ഈ കറക്കം സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് കറങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ടിപ്പി ടോപ്പിനെ പറ്റി പറയുമ്പോൾ ഇത് കണ്ടുപിടിച്ചത് 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ്. പക്ഷേ ഇതൊരു
ടോയ് ആയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടി തുടങ്ങിയിട്ട് ഒരു 50-60 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും നീൽസ് ബോർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. അതായത് നമ്മുടെ ആറ്റോമിക് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള അതൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് നീൽസ് ബോർ. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത മറ്റൊരു സയൻറ്റിസ്റ്റാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ്, +2-ലൊക്കെയാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നീൽസ് ബോറും പോളിയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് കുറേ കൂടെ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്നത്. ടിപ്പി ടോപ്പിൻ്റെ സയൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷങ്ങൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൻ്റെ ഹെൽപ്പില്ലാതെ ഇതിൻ്റെ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ദുഷ്കരമായിട്ടുള്ള പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ടിപ്പി ടോപ്പിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിന് 2 സെൻറ്റർ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് സെൻറ്റർ ഓഫ് മാസ്, അതായത് ഇതിൻ്റെ മൊത്തം മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു പോയിന്റ്, ആ സെൻറ്ററിനെയാണ് സെൻറ്റർ ഓഫ് മാസ്. ഒരുപാട് പേർക്ക് അറിയുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടി ഉണ്ട്. അതായത് കണ്ടോ, ഇതിൻ്റെ താഴെ ഒരു ബോൾ ഷേപ്പാണല്ലോ. അപ്പോൾ ചില ടിപ്പി ടോപ്പിന് ഇത് എക്സാക്ട് ബോളല്ല, കുറച്ചും കൂടെ വ്യത്യാസമുള്ളൊരു ഷേപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ കർവിന്, അതായത് ഈ ബോളിനാണെങ്കിൽ ബോളിൻ്റെ സെൻറ്റർ, അതാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനിയിപ്പോൾ ബോളല്ല വേറൊരു ഷേപ്പാണെങ്കിൽ അതിനൊരു സെൻറ്റർ, അതിനൊരു ജിയോമെട്രിക്കൽ സെൻറ്റർ എന്നൊക്കെ പറയും. അതിനെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് കർവേച്ചറും വ്യത്യാസമുണ്ട്. സെൻറ്റർ ഓഫ് മാസ് സെൻറ്റർ ഓഫ് കർവേച്ചറിനേക്കാളും കുറച്ച് താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പമ്പരം കറങ്ങുമ്പോൾ ഇത് 2 രീതിയിലാണ് കറങ്ങുന്നത്. അത് നമ്മൾ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കറക്കത്തിനെ പറ്റി ഞാൻ പറയാം ആദ്യം. ഒരു വസ്തു കറങ്ങുകയാണെങ്കിൽ അതൊരു ആക്സിസിനെ ചുറ്റിക്കൊണ്ടാണ് കറങ്ങുക. അപ്പോൾ ഈ പമ്പരം ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ഈ ലൈനാണ് ഇതിൻ്റെ ആക്സിസ്, ഈ ലൈനിനെയാണ് ഈ ബാക്കി എല്ലാ സാധനങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പമ്പരത്തിൽ ശരിക്കും 2 കറക്കങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ കറക്കം സാധാരണ നമ്മൾ വിചാരിക്കുന്ന ഈ കറക്കം. അപ്പോൾ ആക്സിസായി വരുന്നത് ഇതാണ്. അപ്പോൾ ഈ ആക്സിസ് ഇതിൻ്റെ എപ്പോഴും കടന്നു പോകുന്നത്, ഏത് വസ്തു സ്പിൻ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ആക്സിസ് എപ്പോഴും അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ കടന്നു പോകുന്നുള്ളതാണ് അതിൻ്റെ സയൻസ്. ഇനി രണ്ടാമതൊരു കറക്കം കൂടെയുണ്ട്. രണ്ടാമത്തെ കറക്കം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഐഡിയലി വരാൻ പാടില്ല. പക്ഷെ നമ്മളിപ്പോൾ പമ്പരം കറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പമ്പരം നേരെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങുകയല്ല ചെയ്യുക. ഒരു ചെറിയൊരു വിഗ്ലിംഗ് ഉണ്ടാവും. വിഗ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ ആ തിരിക്കുന്നത് പെർഫെക്റ്റ് അല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ തിരിയുന്നതിൻ്റെ കൂടെ ഇങ്ങനൊരു കറക്കം കൂടെ ഉണ്ടാവും. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ ഒരു പോയിന്റ് നോർമൽ പമ്പരത്തിലാണെങ്കിൽ ഇതിൻ്റെ താഴെ ഒരൊറ്റ പോയിൻ്റേ ഉള്ളൂ. ആ പോയിന്റിൽ തന്നെയായിരിക്കും സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസും. അതുപോലെ ഇങ്ങനെ വിഗ്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ ആ വിഗ്ലിങ്ങിൻ്റെ ആക്സിസും ഈ പോയിന്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് സാധാരണ പമ്പരത്തിൽ ഈ പ്രോബ്ലം വരുന്നില്ല. പക്ഷേ ടിപ്പി ടോപ്പിലാണെങ്കിൽ ഈ വിഗ്ലിംഗ് കാരണം കൊണ്ടുണ്ടാകുന്ന ഇതുപോലെയുള്ള കറക്കം സെൻറ്റർ ഓഫ് മാസിൽ കൂടെ അല്ല കടന്നു പോകുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിൽ കൂടെ ആയിരിക്കും കറങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ കറക്കം സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിൽ കൂടെയും, അതുപോലെ രണ്ടാമത്തെ കറക്കം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു പോകുന്ന ആക്സിസിൽ കൂടെയാണ് കറങ്ങുന്നത്. അപ്പോൾ ശരിക്കും ഇതിന് തിരിയാൻ പറ്റാതെയാവും. ഇങ്ങനെ കറങ്ങുന്നു, അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഒരു കറക്കം കൂടെ ഉണ്ടാവുമ്പോൾ ഈ 2 കറക്കങ്ങൾ തമ്മിൽ ഒരു ഫൈറ്റ് വരുന്നു. അതായത് അതിൻ്റെ ഇടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു പ്രോബ്ലം വരുന്നു. ഈ ഫ്രിക്ഷണൽ ഫോഴ്സാണ് ടിപ്പി ടോപ്പിനെ താഴോട്ടേക്ക് ആക്കുന്നതും അതിനുശേഷം ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് മാറി സ്പിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നതും ഇതേ ഫോഴ്സ് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ മിസ്സിങ് ഉണ്ടായി എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ടിപ്പി ടോപ്പ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കേണ്ടവർക്ക് ഇത് 2 രീതികളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ നമ്മുടെ ബ്ലാങ്ക് സ്ലേറ്റ് ചാനലിൻ്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആദ്യത്തെ കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് ചാനലിൽ നമ്മൾ കാണിക്കുന്ന വീഡിയോസിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ താല്പര്യമുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. യൂട്യൂബിലുള്ള ഒരു കമ്മ്യൂണിറ്റി പോലെ ഒരു പാരലൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സും അതിലൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ബ്ലാങ്ക് സ്ലേറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.